മമത ഇപ്പോൾ ആർജിക്കർ വിഷയത്തിലാണെങ്കിലും കുറച്ച് അഴിമതി കേസുകളിലാണെങ്കിലും ഇനി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്ന ഒപ്പ് വിവാദത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില ചൂണ്ടിക്കാണിക്കുന്ന ചില തെറ്റുകൾ സ്വയം തിരുത്തുന്നതിനപ്പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ച ആളുകളെ ക്രൂശിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന തരത്തിലേക്ക് TMC നേതൃത്വം പല ഘട്ടത്തിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരമുള്ള അതൃപ്തികളാണ് ഈ ഭരണമാറ്റത്തിലും അവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, പ്രാദേശികമായി തന്നെ ആളുകളെല്ലാം ആക്രമിക്കപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായും അവർ കൂടി വിചാരിക്കുന്നത് നേതൃത്വത്തിനോടുള്ള വിയോജിപ്പ് കൊണ്ടാണ് നമ്മൾ കൂടി ഈ ഘട്ടത്തിൽ ആക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവരോട് ചേർന്ന് നിന്നിട്ട് കാര്യമില്ല, നമ്മൾ മാറി നിൽക്കുകയും ഈ പറയുന്ന പോലെ മർദ്ദക സംഘത്തിൻ്റെ കൂടെ എന്ന് വെച്ചാൽ അധികാരമുള്ളവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത് ഒരു ആവശ്യകതയായി അവരവരുടെ നിലനിൽപ്പിന് തന്നെ വേണ്ടി വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ MLA മാർക്ക് അത് TMC ടിക്കറ്റിൽ തന്നെ വിജയിച്ച ആളുകൾക്കാണെങ്കിലും ബംഗാളിൻ്റെ ഈ ചരിത്രം അവർക്കടക്കം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എല്ലാ ഘട്ടത്തിലും അധികാരമുള്ളവർക്ക് മാത്രമേ ബംഗാളിൽ ഒരു നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ആ വർഗത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവരുടെ നൈമിഷികമായതോ അല്ലാതെയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം പീരീഡിൽ ആ സമയത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ എക്സിസ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അധികാരവർഗത്തിനോടൊപ്പം നിന്നിട്ടില്ലെങ്കിൽ നടക്കില്ല എന്നുള്ളത് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇനി ഇവിടെ എന്ത് സംഭവിക്കും. BJP ഇത്രയധികം വന്ന് അധികാരത്തിലേറി അവർ ഈ പറയുന്ന പോലെ ചരിത്രം തുടർന്നു പോരുന്നു. നമ്മൾക്ക് അധികാരത്തിലായി, അതുകൊണ്ട് മുന്നേ അധികാരത്തിലിരുന്നവരെ അടിച്ചൊതുക്കാം, അവരുടെ പാർട്ടി ഓഫീസുകൾ പിടിച്ചെടുക്കാം, തീയിടാം, കത്തിക്കാം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് അവർ മാറുമ്പോഴും ഇനി എന്ത് അവിടെ എന്നുള്ളതായിരുന്നു. അതിൽ ഹർഷൻ ചേട്ടൻ നിർണായകമായി ചേട്ടൻ നടത്തുന്ന നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ BJPക്ക് ഉറപ്പായാലും TMCയിലെ ആളുകളെ അടർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു അത് BJP ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബംഗാളിൻ്റെ ഒരു സാമൂഹിക അവസ്ഥയൊക്കെ വെച്ച് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ, അതായത് നേരത്തെ CPIMനൊപ്പം നിന്നവർ അതിനുശേഷം TMCക്കൊപ്പഴും നിന്നു, അപ്പോഴും അവർക്ക് വലിയ അസ്തിത്വ പ്രശ്നം ആ വിഭാഗത്തിന് ഉണ്ടാവില്ലായിരിക്കും. ഇപ്പോഴും ആകെ CPIMന് 5% വോട്ട്, 4 ചില്ലുവാനേ ഉള്ളൂ, എന്നാലും 5% വോട്ടുണ്ട്. അപ്പോൾ ആ വിഭാഗം ലെഫ്റ്റിന് മൊത്തം നോക്കുമ്പോൾ 6%-ന് മുകളിലുണ്ട്. അതെ, കോൺഗ്രസിന് അത്രയില്ല, അതിലും കുറവാണുള്ളത്. അപ്പോഴും ആ വിഭാഗം അടക്കമുള്ളവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുന്നത് CPIMലേക്കായിരിക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ അതായത് BJP വിരുദ്ധ നിലപാടുള്ളവർ, അത്തരമൊരു മൈൻഡ് സെറ്റുള്ളവർ തീർച്ചയായും ചിലപ്പോൾ CPIMുമായി കൂടിച്ചേർന്ന് പോകാൻ സാധിച്ചേക്കും. പക്ഷേ ഇത്രയധികം വോട്ട് ഷെയർ എന്നുള്ളത് BJPക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് TMCയുടെ അല്ലാതുള്ള ഒരു ജനവിഭാഗമുണ്ടല്ലോ, അതുതന്നെയാണ് അത്ര കണ്ടധികം ഈ പറയുന്നത് പോലെ വലിയ അതൃപ്തിൻ്റെ ഭാഗമായോ ഇനി ഇതിങ്ങനെ തുടർന്ന് പോകേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ മമത പോലെയുള്ള ഒരാൾ ശരിക്കും അവർ തിട്ടൂരം തന്നെയാണ് നടത്താറ് പല കാര്യങ്ങളിലും. അങ്ങനെയുള്ള ഒരാളെ ഭേദിച്ചുകൊണ്ട് അവർ മറിച്ചാലോചിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സൂചനയാണ്. അത് മമത അത് കാര്യമായും ആലോചിക്കേണ്ടത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ നിലവിൽ BJPക്ക് TMCയിൽ നിന്ന് ഇത്ര വോട്ടുകൾ അടർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും ബാക്കിയുള്ള ചില വോട്ടുകളുണ്ട്. കൗൺസിലർമാരൊക്കെ ധാരാളം പേര് രാജിവെക്കുന്നുണ്ട്. ഈ പ്രാദേശികമായിട്ടുള്ള ഈ പ്രാദേശിക ഭരണകൂടങ്ങളിലുള്ള ആളുകൾ ഓൾറെഡി വല്ലാതെ കൊഴിഞ്ഞു തുടങ്ങി. അതെ, പിന്നെ ഇപ്പോഴാണെങ്കിൽ CPIMന് കുറച്ച് സ്വതന്ത്രമായി അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമുണ്ട്. അവർക്കൊരു മുതിർന്ന നിരയുണ്ട്, പിന്നെ അതല്ലാതെ ഒരു യുവനിരയും കൂടെ അവിടെ ഉണ്ട് എന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതുമാണ്. അപ്പോൾ തീർച്ചയായും അതിൽ ഒരു പക്ഷേ ആകൃഷ്ടരാകുകയോ അല്ലെങ്കിൽ ഇനി അതിനോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു ബദൽ എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ അവർക്കാകുമോ